നമസ്കാരം. കുറച്ചു ദിവസങ്ങളിലായി യുകെയിൽ പര്യടനത്തിലാണ് പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒഐസിസി ഒരുക്കിയ സ്വീകരണ പരിപാടികളിലടക്കം പങ്കെടുക്കുകയാണ് അദ്ദേഹം. കവൻട്രിയിൽ ഒരുക്കിയ ടോക്ക് ഷോയിൽ രാഹുൽ മാധ്യമപ്രവർത്തകൻ കെ.ആർ. ഷൈജുമോനുമായി മനസ്സ് തുറന്നു. രാഹുൽ എംഎൽഎ ആയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി ഒഴിയാനും പകരം രാഹുലിനോട് സംഘടനാ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ച അബിൻ വർക്കിയെ പ്രസിഡന്റായി നിയമിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്ന വാർത്തകളടക്കം രാഹുൽ നിരാകരിച്ചിട്ടുണ്ട്. താൻ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അതിന്റെ ആവശ്യകത ഇല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. നിലവിലെ കെ.പി.സി.സി പ്രസിഡന്റിന്റെ എം.പി സ്ഥാനം വഹിക്കുന്നതിനാൽ സാങ്കേതികമായും ധാർമ്മികമായും അത്തരം ഒരു വാദം ഉയർത്താനാകില്ല എന്നതും രാഹുലിന് പ്രസിഡന്റ് പദവി കൈവശം വയ്ക്കാൻ അവസരം നൽകുകയും ചെയ്യും. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി കേവലം 1 വർഷം മാത്രമിരുന്ന തനിക്ക് സംഘടനാ മാനദണ്ഡം വഴി 3 വർഷവും തുടരാനുള്ള അർഹതയുണ്ടെന്നും എംഎൽഎ ആകുക വഴി തന്നെ വിശ്വസിച്ച സംഘടനയെ പെരുവഴിയിൽ ഉപേക്ഷിച്ച് പോകാനാകില്ല എന്നും രാഹുൽ പറഞ്ഞു. എംഎൽഎ പദവി മൂലം യൂത്ത് കോൺഗ്രസ് സംഘടനാ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകാതിരിക്കാനുള്ള വിധം തിരക്കുകളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ യൂത്ത് കോൺഗ്രസിന് പാർട്ടിയെ വിജയത്തിലെത്തിക്കാൻ നിർണായകമായ വിധത്തിൽ പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിൽ താൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ഉയർന്ന വ്യാജ വോട്ട് വിവാദത്തിൽ തരിമ്പെങ്കിലും വാസ്തവമുണ്ടായിരുന്നുവെങ്കിൽ സമരങ്ങളുടെ പേരിൽ പലവട്ടം ജയിലിൽ പിടിച്ചിട്ട സർക്കാർ വെറുതെ വിടുമായിരുന്നോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുകയും ചെയ്തു. എതിരാളികളെ മോശക്കാരാക്കി ചിത്രീകരിക്കുക എന്നതിൽ അപ്പുറമൊന്നും CPM-ൽ നിന്ന് പ്രതീക്ഷിക്കാനാകില്ല, രാഹുൽ പറഞ്ഞു. 1 മണിക്കൂറിലേറെ നീണ്ട ടോക്ക് ഷോയിൽ പങ്കെടുക്കാൻ യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ രാഹുൽ ആരാധകരുടെ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകി. രാഹുൽ പലപ്പോഴും കയ്യടികളുടെ നടുവിൽ തന്നെയായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങൾ നടത്തുന്ന സർവേകൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്ന് രാഹുൽ തുറന്നടിച്ചു. ലക്ഷക്കണക്കിന് വോട്ടർമാരുള്ള മണ്ഡലത്തിൽ വെറും 1000 പേരെ സാമ്പിളാക്കിയെടുത്ത് അവരിൽ നിന്ന് പുറത്തുവരുന്ന അഭിപ്രായം എന്ന നിലയിലെത്തുന്ന സർവേകൾ ജനങ്ങളെയെല്ലാം അല്പം കൺഫ്യൂസ് ആക്കുക എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ്. എന്നാൽ മാധ്യമങ്ങളെ നോക്കിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക എങ്കിൽ പാലക്കാട്ടെ ഫലം മറ്റൊന്നായേനെ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പാലക്കാട്ട് ഇഞ്ചോടിഞ്ച് മത്സരം എന്നൊക്കെ എഴുതുമ്പോൾ ഫലം ഇങ്ങനെയായാൽ പോരല്ലോ. പാലക്കാട് CPM-നെയോ കോൺഗ്രസിനെയോ കുറിച്ച് പറയുമ്പോൾ ജനശ്രദ്ധ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ BJP-യിൽ ഫോക്കസ് ചെയ്താൽ കിട്ടും എന്ന് മാധ്യമങ്ങൾക്കറിയാം. അവർക്ക് പെടുന്നനെ എത്തുന്ന പ്രേക്ഷകർ നൽകുന്ന TPR റേറ്റിംഗിലാണ് ശ്രദ്ധ. വസ്തുതാപരമായ വാർത്തകൾ നൽകണം എന്ന ഉദ്ദേശം ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾക്കില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം തനിക്ക് പാലക്കാട്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും ഒതുക്കപ്പെട്ടു പോയെന്നും ഉള്ള തരത്തിൽ ചാണ്ടി ഉമ്മൻ MLA-യിൽ നിന്നും പുറത്തുവന്ന വാക്കുകൾ ചോദ്യമായപ്പോൾ അതെല്ലാം മാധ്യമ സൃഷ്ടിയെന്നാണ് രാഹുൽ തുറന്നടിച്ചത്. 4 മിനിറ്റോളം നീണ്ട സംഭാഷണത്തിൽ നിന്നും 1-2 വാക്ക് മാത്രം അടത്തി സാഹചര്യം വ്യക്തമാക്കാതെ റിപ്പോർട്ട് ചെയ്താൽ ഇതല്ല, ഇതിലും വലിയ വാർത്ത പിറക്കും. ഡൽഹി പഠനകാലം മുതലേ ഞങ്ങൾ ഒന്നിച്ചാണ്, ഒരേ ബെഞ്ചിൽ പഠിച്ചവർ എന്ന് വിശേഷിപ്പിക്കും പോലെ അന്നും ഒരേ ബ്ലോക്കിൽ അടുത്തടുത്ത മുറികളിലാണ് താമസം. ഇപ്പോൾ MLA ഹോസ്റ്റലിലും അത് ആവർത്തിക്കുന്നു. നിയമസഭയിലെ ഇരിപ്പിടത്തിൽ പോലും ഞങ്ങൾ അടുത്തടുത്താണ്. ഇക്കാര്യത്തിൽ ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണവുമായി എത്തേണ്ടതില്ല. ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഞങ്ങളുടെ സ്വകാര്യതയാണ്. അത് ഞങ്ങൾക്ക് 2 ആൾക്കും മാത്രം മനസ്സിലായാൽ മതിയാകുമെന്ന് രാഹുൽ പറഞ്ഞു.